ലക്ഷ്മി ഏജ് 25 മിസ്സിംഗ് ആണെന്നാണ് നേരത്തെ അവിടെ നിന്ന് അറിയിച്ചിരുന്നത്. ആ കുട്ടി ഇപ്പോൾ കണ്ടുകൊണ്ടുപോയിട്ടുണ്ട്, അമ്മയോട് കണ്ടുകൊണ്ടുപോയതാണ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ പോലീസ് സേനയാണ്. നമസ്കാരം സാർ. എന്തൊക്കെ നടപടികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആറ്റുകാൽ ഫേസ് 2 ബന്ദോബസ്താണ്. ഫേസ് 1 ബന്ദോബസ്ത് 17-ാം തീയതി തൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നാല് ആറ്റുകാൽ കഴിഞ്ഞിട്ട് കുത്തിയോട്ടം വരെ ഫേസ് 2 ബന്ദോബസ്ത് നടക്കുന്നുണ്ട്. പിന്നെ 3600 പേര് നമ്മൾ ഇവരെ സെക്യൂരുണ്ട്. 4 SP-മാരുടെ കീഴിലാണ് ഈ ബന്ദോബസ്ത് അറേഞ്ച്മെന്റ്സ്. അപ്പോൾ ഒരുപാട് അറേഞ്ച്മെന്റുകൾ അകത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ റൂമിൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ CCTVs ഉണ്ട്, ഷാഡോ പോലീസ് ഉണ്ട്, മഫ്തി വനിതാ പോലീസ് ഉണ്ട്, സറൗണ്ടിങ് ഏരിയാസിൽ മൊത്തം പെട്രോളിംഗ് ഉണ്ട്, ഫുഡ് പെട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റിൽ ഇന്ന് റോഡിൽ വന്ന് താമസിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ രക്ഷണയ്ക്ക് നമുക്ക് നൈറ്റ് പെട്രോളിംഗ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ കാഴ്ചകളാണ് സാർ? അവിടെ നമുക്ക് ഈ കൃത്യമായിട്ട് ഈ CCTVയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം കരുതലാണ് ഇപ്പോൾ അവരോട് പറയാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഈ വരുന്ന ആൾക്കാരോട്, ഭക്തജനങ്ങളോട്? CCTV നമ്മുടെ സർവൈലൻസിന് വേണ്ടിയാണ്, പബ്ലിക്കിന് വേണ്ടി പറയാൻ വേണ്ടിയല്ല. പബ്ലിക് ക്രൗഡിങ് ആവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പോലീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തവണ വനിതകളെ എല്ലാ തവണ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമല്ലോ. അതുകൊണ്ട് ഒരു സേഫ്റ്റി പിൻ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഗോൾഡ് ചെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സേഫ്റ്റി പിൻ വെച്ചിട്ട് തുണിക്കും ജോയിൻ ചെയ്ത് വെക്കുക. തെക്കും തിരക്കിൽ നമുക്കതൊരു സേഫ്റ്റി ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ അതിലല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ മഫ്തി പോലീസ് കൂടെ ഉണ്ട്. ഒന്നും നടക്കില്ല, ഒന്നും പേടിക്കേണ്ട, അത് നമുക്ക് ചെയ്യാം. എല്ലാവരും വന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ നിലവിൽ എത്രത്തോളം പോലീസ്? 3600 ഓളമാണ് പോലീസ്. എത്ര സെക്ഷനായിട്ടാണ് സാർ? 4 സോൺസ് ആണ്, 4 SP-മാരാണ്. 4 SP-മാരുടെ കീഴിൽ ഒരു 15 DYSP-മാരാണ്. 15 DYSP-മാരുടെ കീഴിൽ 60ഓളം ഇൻസ്പെക്ടർമാരാണ്. അവരുടെ കീഴിൽ 3000-ഓളം WCPO, CPO റാങ്കിലെ RTPC ഒക്കെ ഇതിൽ ഉണ്ട്. നിലവിൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ സ്നാച്ചിങ് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം എന്താണ് അതിനുള്ളൊരു? നമ്മുടെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല പോലെ ഹൈഡ്രേറ്റ് ആവണമെന്ന് നമ്മൾ എല്ലാ പോലീസ് വണ്ടികളുടെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം അവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഔട്ടർ ഏരിയാസിൽ എസ്പെഷ്യലി അതിൽ ബോട്ടിൽസ് ഉണ്ട്, പിന്നെ വിതരണം ചെയ്യുന്ന വെള്ളം പോലെ കൂടെ ഉണ്ട്. നിലവിൽ ഈ പോലീസുകാരുടെ നിന്നുള്ള നിർദ്ദേശം കൂടി എന്താണ് സാറേ ഒരു ഭക്തജനങ്ങൾക്കായിട്ടുള്ള പ്രധാനമായിട്ട് അറിയിക്കുന്നത്? ഈ സ്നാച്ചിങ്ങിൻ്റെ കാര്യം അല്ലാതെ ഒന്നുമില്ല, അതൊന്നും നടക്കില്ല. ഈ റഷുള്ള സമയങ്ങളിൽ കറക്റ്റ് നമ്മൾ ക്രൗഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഈസ്റ്റ് എൻട്രി, വെസ്റ്റ് എക്സിറ്റ്, ഈസ്റ്റ് എൻട്രി അല്ലെങ്കിൽ സൗത്ത് എക്സിറ്റ്, 2 എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട്. സൗത്ത് ഗേറ്റ്, വെസ്റ്റ് ഗേറ്റ് വഴി ഈ എക്സിറ്റ് പോയിന്റ്സ് ഉപയോഗിച്ച് പുറത്തേക്ക് പോവുക. വെള്ളം ബോട്ടിൽസ് ഒന്ന് കരുതണം. അനാവശ്യമായിട്ടുള്ള തെക്കും തിരക്കും ഉണ്ടാക്കേണ്ട, കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നല്ല ചൂട്. എല്ലാ TVs നമ്മൾ 180 TVs ആണ്, CCTV ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവൈലൻസ് ടീംസ് ഇവിടെ നിൽക്കും. അവരായിരിക്കും വയർലെസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും അത് നിയന്ത്രിക്കാനും ക്രൗഡ് മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനും അതാത് ലൊക്കേഷനിലുള്ള ഓഫീസേഴ്സിനോട് പറയുന്നത്. ഒരു പ്രശ്നമായിട്ടില്ല, ഒരു പ്രശ്നമാവില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞൊരു മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടികളെ ഉപയോഗിച്ചുള്ള ഒരു കച്ചവട രീതി, അതിവിടെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഇപ്പോൾ ഇത്തവണ ഒന്നും കാണുന്നില്ല. ഇത്തവണ അത്ര വലിയ കച്ചവടങ്ങളിലൊന്നും ഇല്ല. ഇൻഫോർമലായിട്ടുള്ള കച്ചവടം നമ്മൾ അനുവദിക്കുന്നില്ല. എല്ലാ ട്രസ്റ്റ്, ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഉൾപ്പെടെ കൊടുക്കുന്ന ലൈസൻസസ് വെച്ചിട്ടാണ് നടക്കുന്നത്. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓൺലി തിങ് ഈസ് എമർജൻസി റൂട്ടാണ് ഈ ബണ്ട് റോഡ്. എമർജൻസി വഴി ഫയർ എഞ്ചിൻ മൂവ്മെൻറ്റ്സും ആംബുലൻസ് മൂവ്മെൻറ്റ്സും നമ്മൾ റെഗുലറായിട്ട് റിഹാർസൽസ് ചെയ്യുന്നുണ്ട്. ആ റൂട്ട് പബ്ലിക്കിനെ കൂടി അറിയണം, സോ ദാറ്റ് വെഹിക്കിളിന് തടസ്സമാവാൻ പാടില്ല. നിലവിൽ വലിയ രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ തന്നെ ട്രാഫിക്കിൻ്റെ സജ്ജീകരണം എങ്ങനെയാണ് സാർ? ട്രാഫിക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒരു SP തന്നെയാണ്. ഒരു ട്രാഫിക്കിന് വേണ്ടി ഒരു SP ഉണ്ട്, എമർജൻസി റൂട്ടിന് വേണ്ടി ഒരു SP ഉണ്ട്. അപ്പോൾ ഇന്നർ ഏരിയാസിന് മൊത്തം ഒരു SP ഉണ്ട്, ഔട്ടർ ഏരിയാസ് മൊത്തം സിറ്റിയിലെ ഒരു SP ഉണ്ട്. അപ്പോൾ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സിന് ആ SP-യുടെ കീഴിൽ ACP-മാരും ഇൻസ്പെക്ടർമാർ ട്രാഫിക് ഡൈവേർഷൻസും നോ പാർക്കിംഗ് എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട്. എല്ലാം റെഡിയാണ്. ഇന്ന് രാവിലെ ബ്രീഫിംഗ് ആയി, എല്ലാവരും ഡിപ്ലോയിഡ് ആയി. നാളെ വൈകുന്നേരം കുത്തിയോട്ടം കഴിഞ്ഞ് മറ്റന്നാൾ പുലർച്ചെ വരെ നമ്മുടെ ഡിപ്ലോയ്മെന്റ് ഉണ്ട്. താങ്ക് യു. നിലവിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 3000-ലധികം പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. സുഗമമായ രീതികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ കണ്ണനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.